ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂജ അമൽ ഹോം ടൂർ എന്നൊരു വീഡിയോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. ഒരു ദിവസം മുമ്പ്, കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണത്. 249K വ്യൂസാണ് ഇതിൽ വന്നിട്ടുള്ളത്. 350 കമൻറ്റ്സ് ഉണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഹായ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പൂജ അമൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഹോം ടൂർ ആണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. കുറേ പേര് കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വീട് കാണിക്കണമെന്ന് ചോദിച്ചു, ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ്. പിന്നെ ഞങ്ങളുടെ വീടും പരിസരവും ഫുള്ള് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോവുകയാണ്. അതെ, ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരെയും ഉൾപ്പെടുത്തിയൊരു വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, എല്ലാം നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, ലവ് യു. അപ്പം ഇതാണ് നമ്മളുടെ വീട്. അപ്പം ഇത് വീടിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. വീടിപ്പം കുറച്ച് ഉള്ളിലോട്ടാണ് ഞങ്ങളുടെ. അപ്പം ചെറിയ വഴിയാണ്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്നത്. അതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ മിറ്റം. മിറ്റത്തിപ്പം മഴ കാരണം വെള്ളം ഇങ്ങനെ സെറ്റായി കിടക്കും. അപ്പം കുറച്ച് മണ്ണൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അമ്മയുടെ ഗാർഡൻസ്. കണ്ടുപിടി, ഇതെല്ലാം അമ്മയുടെ പരിപാടികളാണ് എല്ലാം. പിന്നെ ഇവിടെ മുളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച അച്ഛൻ മൊത്തം വെക്കുന്നു കളഞ്ഞു. അങ്ങോട്ട് എല്ലാം ഇതെല്ലാം അമ്മയുടെ പരിപാടികളാണ്. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാണ്ട് കേട്ടോ. പക്ഷേ ഇത് സ്പീഡിൽ ഓടിച്ച് വിടാണ്ട് ഇന്ന് ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കണം. ഇത് ദയവ് ചെയ്തിട്ട് ആരും വളരെ നെഗറ്റീവായിട്ട് ഇവരെ തരം താഴ്ത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും ആരും വിചാരിക്കരുത്. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും വിചാരിക്കരുത്. നമുക്ക് വളരെ സാധാരണമായ രീതിയിൽ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ വേറെ കാര്യമില്ല. നോക്കാം. പിന്നെ ഇത് പണ്ടത്തെ ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു ഞങ്ങളുടെ. ഞാനും ചേട്ടനോടെ ഇവിടെ കളി കൊച്ച് ഇപ്പോഴെല്ലാം പണ്ട് ഒരു 10 വയസ്സിനകത്തൊക്കെ ഇവിടെ ഭയങ്കര കളിയായിരുന്നു. ഇതാണ് വീടിന്റെ ഫ്രണ്ട്. ഇതാണ് ഫ്രണ്ട്. കുടുംബ വീടാണ്. അപ്പം പഴയൊരു വീടാണ്. അപ്പം ഉടക്കം മേഞ്ഞൊരു വീടാണ്. അപ്പം ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നമുക്ക് ഇതാണ് ഒരു ഫ്രണ്ട്. അപ്പം നമുക്ക് തുറന്ന് കയറാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാളെന്നാണെങ്കിൽ പറയാം. ഹാളാണ്. ലൈറ്റ് ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ലൈറ്റ് ഉണ്ട്. ഇത് മതി. TV കണക്ട് ചെയ്തേക്കോ. ഇത് അമ്മൂമ്മ അമ്മൂമ്മ താമസിച്ച വീടാണിത്. കുടുംബ വീടാണ് അവിടെ താമസിക്കുന്നത്. അപ്പം പുതിയ വീട് ഉടനെ വെക്കുന്നുണ്ട്. ഇത് പൂജാറും ആ ഒരു സെറ്റപ്പാണ്. ഇതിൽ ഇവർ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ വീടിൻ്റെ പരിതാപകരാവസ്ഥ അത് ആൾക്കാർ ഏത് രീതിയിൽ കാണുന്നു അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു വീട് പരിതാപകരാവസ്ഥയിലാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ വേറൊന്ന് വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും അങ്ങനെ പറയേണ്ടായിരിക്കുക. അപ്പോൾ വീടേ ഇല്ലാത്ത ഒരാൾ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീടുണ്ടല്ലോ അങ്ങനെയോ ചിന്തിക്കേണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇതിനേക്കാൾ പരിതാപകരാവസ്ഥയിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലുള്ള വീടുകളെ കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ വീട് ഇപ്പോൾ ബെറ്റർ ആണല്ലോ എന്ന് വിചാരിക്കേണ്ടായിരിക്കാം അല്ലേ. ഇതിനേക്കാൾ അടിപൊളിയായ വീട്ടിൽ ജീവിച്ച് പരിചയമുള്ള ആളുകൾ കാണുമ്പോൾ ഒരു പക്ഷേ ഒന്നുണ്ടാവും, ഇവരെന്താ ഇങ്ങനെയാണോ ജീവിക്കണത്, അതും ചാടിപ്പോയി കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ പൊതുവെ ഇവർക്കൊരു അപവാദം ഉണ്ട് അല്ലേ. പഠിച്ചുകൊണ്ടിരിക്കണ അവർ തന്നെ ചാടിച്ചുകൊണ്ട് പോയി ഇങ്ങനെയുള്ള രീതിയിലൊക്കെ. ഞാനിതൊന്നുമല്ല പറയണം കേട്ടോ, എൻ്റെ പോയിൻ്റ് ഇതൊന്നുമല്ല. പലരും ഇവിടെ പറയുന്നുണ്ട് പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ പോരായിരുന്നില്ലേ പൊന്നു കൊച്ചേ എന്നൊക്കെ പറഞ്ഞ സംഗതി. അപ്പോൾ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നില വളരെ പരിതാപകരമാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ ഈ ചാടിപ്പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുക എതിരല്ല കേട്ടോ. ഞാൻ ആലോചിക്കണം ഇത്രയേ ഉള്ളൂ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ നമ്മുടെ നിയമ സംവിധാനത്തിൽ പ്രായപൂർത്തിയായി എന്ന് പറയുന്ന ആ പ്രായം പ്രായമായിട്ടുണ്ടെങ്കിൽ പ്രായത്തിന് ശേഷം ഒരാൾക്ക് എന്താണോ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത് അവരത് ചെയ്യട്ടെ എന്നാണ്. അവരത് ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കും. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. ഈ നെഗറ്റീവായ രീതിയിൽ അനുഭവിക്കുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ നമുക്ക് പലപ്പോഴും അത് വിഷമായിരിക്കണ്ടാവും, അയ്യോ അവരുടെ ജീവിതം എന്തെങ്ങനെയെന്നൊക്കെ അല്ലേ. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡുണ്ട്. ഒരു സമയത്ത് കാര്യമായി, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് നമ്മൾ തന്നെ അനുഭവിക്കും. അങ്ങനെയാണല്ലോ പൊതുവെ ഒരു സംഗതി ഉള്ളത്.
പക്ഷേ പലപ്പോഴും ദുരിതാവസ്ഥയിൽ ജീവിച്ച ആളുകൾ പിന്നീട് കാലം കഴിയുമ്പോൾ ഇതിനൊക്കെ തരം ചെയ്ത് വലിയ അടിപൊളിയായ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ദുരിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് സ്വർഗം പോലെ ആയിരിക്കും. അങ്ങനൊരു സംഗതി ഉണ്ടല്ലോ. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്താ അറിയാം, ഇവരുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ഇവരെങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത് പറയാൻ വേറൊരു കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സെൻസ് കണ്ടിട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ചില ആളുകൾ പറയൂലേ ആളുടെ ലൈഫ് അടിപൊളിയാണ് എന്നൊക്കെ. പക്ഷേ ഇത് അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിന്തിക്കേണ്ടായിരിക്കും. അവർ തോന്നുന്നുണ്ടായിരിക്കില്ലേ ജീവിതം ആകെ പ്രാധാന്യ രീതിയിലാണ്. എന്താ പറയുക, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവേണ്ടി തോന്നുന്നു. വേറെ ചിലവർ ഇല്ലേ, അയ്യടോ എന്താണ് വളരെ മോശമായിട്ടാണല്ലോ എൻ്റെ ഇത്, പാവം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, ദുരിതാവസ്ഥ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സോക്കോൾഡ് ദുരിതാവസ്ഥ പാവം തോന്നാനുള്ള രീതിയിലുള്ള ജീവിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് അടിപൊളിയായിട്ടും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവരുടെ ജീവിതത്തെ നോക്കിക്കാണുന്നതെന്നാണ് ഞാനിതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണത്. ഇതാണ് പിന്നെ കുറച്ച് വെട്ടം കുറവുണ്ട്. ഇവിടാണ് ചേട്ടൻ കിടക്കുന്നത്. ചേട്ടൻ ഉറക്കമാണ്. ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റപ്പാണ്. അതല്ല, ചേട്ടൻ നല്ല ഉറക്കത്തില് പൊതുവേ ഒരു വീട്ടിൽ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ചേട്ടനാണെന്ന് വിചാരിക്കുക. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ചേട്ടനാണെങ്കിൽ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എത്ര സപ്പോർട്ടീവാണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ ഒരു കുത്തിത്തിരിപ്പ് കൊണ്ടുകൂടി ആയിരിക്കാം പലപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയില്ല, പലപ്പോഴും സംഭവിക്കുന്നത് ഈ ചേട്ടൻ അനിയനോടൊരു അസൂയ മൂത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് തന്നെ വേറെ രീതിയിൽ അവരുടെ ഇടയിലുള്ള എന്തോ പ്രശ്നങ്ങളോ കച്ചറയിട്ട് മാറുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള ജീവിതങ്ങളിൽ അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണ് നല്ലതായിട്ട് പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് വിവാഹപ്രായം എത്തിയ ഒരു ചെക്കനാണ് ഏട്ടനെങ്കിൽ, വിവാഹപ്രായം എത്തിയെന്ന് പറയുമ്പോൾ ഏത് പ്രായം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30 വയസ്സുള്ള ചേട്ടനാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടുത്തെ അവസ്ഥയല്ല പറയുന്നത്. 30 വയസ്സുള്ള ഒരു ചേട്ടനാണെങ്കിൽ അനിയൻ ഒരു 24 വയസ്സാണ് വിചാരിക്കുക. അനിയൻ 24ാമത്തെ വയസ്സിൽ ഒരുത്തിനെ ചാടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് വിചാരിക്കാം. ചേട്ടൻ മോനെ അടിപൊളിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലും ഈ ചേട്ടനോട് പുറത്തുള്ള ആളുകൾ ചോദിക്കില്ലേ, എടാ ചെങ്ങായി എൻ്റെ കല്യാണത്തിന് മുമ്പ് അവൻ കല്യാണം കഴിച്ചുടാ, അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ പാർട്ട്ണറെ അവൻ കണ്ടെത്തി കല്യാണം കഴിച്ചു, എന്നാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചാൽ ഓരായിരുന്നോ എന്നൊക്കെ ചോദിക്കണ ഒരുപാട് ടീംസ് ഉണ്ട്. നിങ്ങൾ ഈ ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും തേങ്ങയും വാങ്ങിയെന്നല്ല ഞാൻ പറയണത്. ഒരു നാട്ടും പുറത്ത് സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഏട്ടൻ തുടക്കത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നല്ലോ അനിയൻ എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു 2-3 ആലോചനകൾ സെറ്റ് ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ പെണ്ണിന് ഇഷ്ടമാവാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേട്ടൻ തോന്നുന്നുണ്ടാവും എന്ത് തേങ്ങ എൻ്റെ കല്യാണം കിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അറിയില്ല. ഒരു പക്ഷേ ഒരു കോംപ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇത് കുത്തിരിപ്പുണ്ടാക്കണതല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിക്ക് ആയി പോകണമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. നോക്കാം. ഞങ്ങളുടെ ബെഡ്റൂം വരുന്നത് ഈ സൈഡാണ്. സാധനമൊക്കെ വീഡിയോസ് എടുത്തിടുന്നത്. ഞങ്ങളുടെ ഷെൽഫ്, പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഫ്രെയിം ഇരിപ്പുണ്ട്, അതിന്റെ വീഡിയോ ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഞാൻ വീഡിയോ എടുക്കുന്ന സാധനം, പിന്നെ ഞങ്ങളുടെ ബെഡ് ഇടുന്നു, പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ബാങ്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലമുണ്ട്.
നമുക്ക് നേരെ അമ്മയുടെ അച്ഛന്റെ റൂമിലോട്ട് പോവാം. ഓക്കെ. ഇതാണ് അച്ഛന്റെ അമ്മയുടെയും റൂം. അവരുടെ റൂമിലാണ് അലമാരയൊക്കെ ഉള്ളത്. പഴയ അലമാര. പിന്നെ ഇവിടെ ഇതുള്ള നല്ല ഡ്രസ്സും ടേബിള്, ബെഡ്. സോ ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയ നേരെ അടുക്കളയാണ്. അടുക്കളയും കൂടി എനിക്ക് കാണും. ഇതില് ഞാനൊരു കാര്യം പറയട്ടെ. പ്രത്യേകിച്ച് ഇവർ ഫാമിലി വ്ളോഗാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ യൂട്യൂബ് ചാനലിൽ ഫാമിലി വ്ളോഗ് എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഈ അലമാരയുടെ കേസില്ലേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് വ്ളോഗ് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ റൂമിലല്ല, അച്ഛൻ്റെ അമ്മയുടെ റൂമിലാണ് അലമാര ഉള്ളത് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇവരുടേതായ ആ കൊച്ച് സാധനങ്ങൾ വെക്കണത് കസേരയിലാണെന്ന് പറയണ്ട ഇവരുടെ റൂമിലല്ലേ. അപ്പോൾ ഇവരുടെ റൂമിലല്ലാണ്ട് അലമാരല്ലാണ്ട് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ അലമാര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സംഗതിയൊക്കെ നോക്കിക്കോ. എനിക്ക് തോന്നുന്നത് ഞാൻ പറയണത് ഒരു പക്ഷേ കുനിഷ്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ഈ ഒരു ടൈപ്പ് വീഡിയോ അങ്ങനെ ചെയ്യലില്ല. പക്ഷെ നോക്കിക്കോ, ഞാൻ എൻ്റെ ഒരു സംഗതി പറയുകയാണ്, എനിക്ക് തോന്നുന്ന ഒരു സംഗതിയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സംഗതി ഏതെങ്കിലും റിയാക്ഷൻ ചാനൽസ് ആരെങ്കിലൊക്കെ എടുത്തിട്ട് അച്ഛനും അമ്മയും മകനെയും മരുമകൾക്കും വേണ്ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല, വീടിൻ്റെ കോലം കണ്ടില്ലേ, ഒരു അലമാരുള്ളത് അച്ഛൻ്റെ അമ്മയുടെ റൂമിലാണ് വെച്ചിട്ടുള്ളത്, മകൻ്റെ മരുമകളുടെ റൂമിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. എന്തായാലും എൻ്റെ ചാനൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആൾക്കാർ ആ ഒരു രീതിയിൽ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അതിന് മാത്രമുള്ള ഒരു സംഗതിയൊന്നുമില്ല. ഈ ഒരു സംഗതിയൊക്കെ ഞാൻ പറഞ്ഞ ഈ ഫാമിലി വ്ളോഗിൽ ഇങ്ങനെ കാണിക്കുന്ന ഓരോ വിഷ്വലും അത് കാര്യമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഞാൻ ചെറിയ കാര്യം പറയും, ഇവർ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റീച്ച് ഭീകരമായിരുന്നു. ഭീകരം പറഞ്ഞാൽ അങ്ങനല്ല, വലിയ രീതിയിൽ റീച്ച് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോയിലും ഒക്കെ എത്രയോ കെ എന്താണ് സംഗതി ആലോചിച്ചത്. അപ്പോൾ ഇതൊക്കെ കാര്യമായി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അനാമിക വിഷ്ണുവിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കുക. ഞാൻ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറയുന്നത്. അവർ ആ വീഡിയോ ചെയ്ത സമയത്ത് ആ കുട്ടീനെയും കൊണ്ട് പ്രസവം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടീനെ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുട്ടീനെയാണ് പരിഗണിക്കുന്നത്, മരുമകളെ പരിഗണിക്കണില്ല എന്നൊക്കെ രീതിയിൽ അങ്ങനെ എത്രയോ കമൻറ്റുകളായി വന്നിരുന്നു. അപ്പോൾ അത് ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ഇവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പണി കിട്ടാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഇതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ ചിലവരെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, ഏട്ടൻ കടന്നുറങ്ങുമ്പോൾ ഏട്ടൻ്റെ റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്, അതെന്താണ് അങ്ങനെ ഒരു സംഭവം എന്നൊക്കെ. ഇതാണ് നമ്മുടെ അടുക്കള. ഞാൻ എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം വെച്ചിരുന്നത്. ഫ്രിഡ്ജ് വരുന്നത് ഇവിടാണ്. പിന്നെ ഇതൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾ. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് TV കണക്ട് ചെയ്തു. അടുത്ത ഫ്രിഡ്ജ്, അടുത്ത ചർച്ച വിഷയമാകുന്ന ഫ്രിഡ്ജ്. ഒരു ഫ്രിഡ്ജിലൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഓരോ വീടുകളിൽ ഓരോരുത്തരും ഈ കുടിയിരുപ്പിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു. കുടിയിരുപ്പിനൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭൂരിഭാഗം ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നോക്കുന്ന അടുക്കളയ്ക്കും ബാത്റൂമിക്കൊക്കെ ആദ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ? കാരണം അവർ കൂടുതൽ പെരുമാറുന്ന സ്ഥലം അതായതുകൊണ്ടാണോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതല്ല പറയണത്. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത്. അത് കുറേ ശരിയുണ്ടായിരിക്കും, കുറേ തെറ്റുണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഫ്രിഡ്ജിലൊന്നുമില്ല. അപ്പോൾ അവിടെ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. എന്താണ് ഇവരിങ്ങനെ? ഏട്ടൻ അവിടെ ജോലിക്ക് ഏട്ടൻ ഉണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ 2 ആണുങ്ങൾ അവിടെ തന്നെ. അതേപോലെ ഈ പൂജാമൽ അമൽ എന്നല്ല ചെക്കൻ്റെ പേര്, അമൽ. 3 ആണുങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ 3 പേര് പണിക്ക് പോകുന്നുണ്ട് അവിടെ. അമ്മയ്ക്ക് പണിയുണ്ടോ? എന്തായാലും 3 ആൾക്കാർ അറിയില്ല, 3 ആൾക്കാർ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇവരുടെ അവസ്ഥ എങ്ങനെ എന്നൊക്കെ ഒരു സംഭവം. ഇതൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നണത് ഇനി കുറച്ച് ദിവസം യൂട്യൂബ് ഭരിക്കാൻ പോണത് ഇവർ ഈ ഒരു വ്ളോഗായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യമായി വീഡിയോസ് വരെ സാധ്യതയുണ്ട്. പിന്നെ ചോറും കിഴങ്ങെല്ലാം വെക്കുന്ന അവിടെ പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം ഉണ്ട്. ഇത്രയാണ് അകത്തെ കാര്യങ്ങൾ, ഇത്രയാണ്. പിന്നെ ഈ ഡോർ വഴി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അതാണ് ഞാൻ വീണ്ടും ബാക്ക് സൈഡ്.
അച്ഛന്റെ വണ്ടി. അച്ഛന്റെ വണ്ടിയാണ്. പിന്നെ ചേട്ടനൊരു വണ്ടിയുണ്ട്. ചേട്ടനും ചോട്ടനും ഒരു വണ്ടിയാണ് ഉള്ളത്. അവർ രണ്ടുപേരും അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴേക്കൊരു കോള് വന്നു. അത് ഒരു ഫ്രണ്ട് കൊണ്ടുപോയിക്കോ. അപ്പൊ ആ വണ്ടി ഇവിടെ ഇല്ല. ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ മഴ പെയ്യുമ്പോൾ തുണിയൊക്കെ ഇവിടെ വരും. പിന്നെ ബാത്റൂം ഒക്കെ വരുന്നത് താഴെ. ബാത്റൂമൊക്കെ താഴെ വരുന്ന അവിടെ തുണി കഴുകുന്നത് എല്ലാം താഴെ. പിന്നെ ഇന്ന് ഫുള്ള് തുണിയൊക്കെ ഇവിടെ കഴിവിട്ടേക്കാം. താഴോട്ട് അങ്ങ് വരും. ഇത് ഞങ്ങളുടെ കോഴി ഫാം, ഒരു കോഴി വളർത്തുന്ന കാരണം. പിന്നെ വീടിന്റെ ഈ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് മൊത്തം തോട്ടം, മുഴുവൻ റബ്ബറും തോട്ടം, ഫുൾ റബ്ബറും തോട്ടം. താഴെയാണ് ഞങ്ങൾ ക്യാമറ വരുന്നത്. കിണറ്, തുണി എഴുതുന്ന സാധനങ്ങൾ എല്ലാം താഴോട്ടാണ്. ടോയ്ലറ്റ് ഉൾപ്പെടെ താഴെയാണ്. ഇത് ബാക്കില് മെയിൻ ആയിട്ട് ഒരു കാര്യം ശരിയാ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് രണ്ട് മീനെ കാണുന്നത്. 2-3 കപ്പികളുണ്ട്. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. ഗോൾഡ് ഫിഷ് ഉണ്ട്. 2 ഗോൾഡ് ഫിഷ്, ഒരു 4 ഗപ്പിയുണ്ട്. ഈ അടുത്ത് ഞങ്ങള് എടുത്തതാണ് ഗോൾഡ് ഫിഷിനെ. അപ്പൊ ഇനി വലുതാനൊക്കെ ഉണ്ട്. ആള് പിടിച്ച ആൾക്കാരാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് ബാക്ക് സൈഡ്. ഇത്രയും ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ വീടിന്റെ ഈ ഒരു സൈഡ്. ഇത് ഇങ്ങനെ സൈഡ്. നമ്മൾ ആദ്യം ആ വഴിയാണ് കിളങ്ങി വന്നത്. നമ്മുടെ വീടിന്റെ അകത്തുള്ള വഴി അതാണ്. ഇവിടെ സൈഡിൽ ഇവിടെ അമ്മയുടെ ചില ചെടികളും കാര്യങ്ങളൊക്കെ ഈ സൈഡ് പോലെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ചെടികളുള്ള പ്രണയമാണ്. അത് കഴിഞ്ഞെല്ലാം പിന്നെ ഇവിടെ പൈപ്പ് ഉണ്ട് വെച്ചേ. വെള്ളം വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ കയറി പോകും. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇറങ്ങി വന്നത്. ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ഇതാണ്. പിന്നെ മെയിൻ സ്വിച്ച് ഒക്കെ ഇവിടെ വരും. പിന്നെ ഇത് ഫ്രണ്ട്. നമ്മളിതുവരെ കയറിപ്പോയ അങ്ങനെ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലോട്ട് പോവാണ്. വീടിന്റെ ഫുൾ അറൗണ്ട് ആണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ പിന്നെ ബാക്കിലോട്ട് തോട്ടമാണ്. ബാക്കിലോട്ട് ഫുള്ള് തോട്ടമാണ്. ചൂട്ടിന്റെ ചില വർക്കൗട്ട് പരിപാടികളൊക്കെ ഇവിടാണ്. ഇവിടാണ് ചിന്നപ്പോ ഹാങ്ങിങ് എല്ലാം ചെയ്യുന്നത്. ഈ സാധനത്തെ പിടിച്ചാലായിട്ട് തൂങ്ങി എടുക്കുകയെല്ലാം ചെയ്യുന്നത്. അതല്ലേ മെയിൻ. നമുക്ക് നേരെ നമ്മുടെ മുമ്പിലോട്ട് പോവാം. ഓക്കെ. ഇത് ഇത്രയാണ് ഞങ്ങളുടെ വീടും പരിസരങ്ങളും എല്ലാം ഫുൾ ഇതിനകത്ത് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അച്ഛനെയൊക്കെ നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടില്ല. അച്ഛനെ കാണിക്കാം. അവർ പുറത്ത് വരെ പോയിക്കുക. അച്ഛനോട് ടി വി ചേട്ടൻ പിന്നെ ഉറപ്പാണ്. ചേട്ടനെ വാങ്ങിക്കൊണ്ട് അല്ല വീഡിയോസ് വീഡിയോ. പിന്നെ ഈ വീട് ഇനി ഞങ്ങൾ പൊളിക്കാൻ പോവുക. അതുകൊണ്ട് ഇവിടെ ഇനി പണികളും കാര്യങ്ങളും വീട് വെക്കുന്നുണ്ട്. അപ്പൊ ഇത് കുടുംബ വീടായതുകൊണ്ട് അങ്ങനെ പുതിയ വീട് വെക്കാത്തേ ഉള്ളൂ. അപ്പം പുതിയ വീട് വെക്കുന്നതും അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ഇത് പൊളിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, പൊളിക്കുന്നുണ്ട്. പണികളും കാര്യങ്ങളൊന്നും ഇനി ചെയ്യുന്നില്ല. കാരണം പൊളിക്കാൻ പോകാൻ പിന്നെ വെറുതെ പണി ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല. അല്ലാതെ ഇനി പുതിയ വീടിനുള്ള ഇത് സെറ്റപ്പ് എല്ലാം ആകുമ്പോഴത്തേക്ക് ഇത് പൊളിക്കും. ഞാൻ പുതിയ വീട് വെക്കും. പുതിയൊരു വീട് വെക്കണം എന്നുള്ളത് നല്ല സപ്പോർട്ടിങ് ആണ്. താങ്ക് യു. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നെഗറ്റീവ് പറയുന്നതിനോട് ഞങ്ങളൊന്നും പറയുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണം. സെറ്റ് ആവണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മിറ്റമൊക്കെ ഭയങ്കര ഇതായിട്ട് കിടക്കുന്നു. പിന്നെ ഇന്ന് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനും പറ്റത്തില്ല. കാരണം സ്കൂളിൽ ക്ലാസ്സിലൊക്കെ പോകേണ്ട അതൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത സാറ്റർഡേ സൺഡേ വരെ ഞാൻ വീഡിയോ ചെയ്യത്തോളൂ. കാരണം ബാക്കി ഇത്രയും ദിവസം എല്ലാ കാര്യങ്ങളും കാണാം. അപ്പം ഇങ്ങനെ സാറ്റർഡേ സൺഡേ വരുന്ന ദിവസങ്ങളിലായിരിക്കും ഞങ്ങൾ ഇതുപോലെ വ്ളോഗോ ഇല്ലെങ്കിൽ ചെറിയ വീഡിയോസ് എങ്ങനത്തുള്ള വീഡിയോസ് കമന്റ് ഞങ്ങളെല്ലാം കാണുന്നുണ്ട്.
വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് ഇനിയും ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ വീഡിയോസ് എന്താണ് കമന്റിൽ ചെയ്താൽ മതി. എന്ത് വീഡിയോസാണ് വേണ്ടത് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരാമെന്നാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കണ വീഡിയോ വേണം. താഴെ വന്നൊരു കമൻറ്റാണേ, ശബനം ഗംഗാധരൻ 3537. എൻ്റെ പൊന്നു കൊച്ചെ, നിനക്ക് പഠിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? ചുമ്മാ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന്. ജീവിതം നശിപ്പിച്ചോ? എന്തോ പാർവതി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തോ നശിച്ചാവാൻ നല്ലോണം തന്നെ ആണല്ലോ നോക്കുന്നേ. അവൾ ഹാപ്പിയുമാണ്, പിന്നെ പഠിത്തം നിർത്തിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പം അതിന് താഴെ വേറൊരാൾ ഡിവോഴ്സ് ചെയ്യാൻ പറയാമെന്ന്. സത്യം, ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ വേറൊരാൾ. അവർ പൊന്നുപോലെ ജീവിച്ചോളും, അത് അവരുടെ ലൈഫല്ലേ, നമ്മൾ എന്തിനാ ഇടപെടുന്നേ? അത്രയേ ഉള്ളൂ. അവർ ഹാപ്പി അല്ലേ, അത് മതി. ഈ ജാതി കമൻ്റ് ഇടുന്നവരെ മനസ്സ് ശരിയല്ലാത്തതെന്ന് താഴെ കുറേ എണ്ണുണ്ട് ഇത്രയ്ക്ക് വിഷമം പിടിച്ചവരത്. വേറെ താഴെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റാണ്. ഇവളുടെ അവസ്ഥ കണ്ടാൽ ആ മാതാപിതാക്കൾ എന്തുമാത്രം വേദനിക്കും. ഏത് പൂജയുടെ മാതാപിതാക്കളിലെ ഒരേ ഒരു മകൾ ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോയി ഈ അവസ്ഥയിൽ കഴിയുന്നു. എങ്ങനെ ഒരുത്തൻ്റെ ഈ അവസ്ഥയ്ക്ക് ഏത് അവസ്ഥയിലെ ഒരു പുതിയൊരു വീട് വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് വീട്ടിൽ പണിയെടുക്കാത്തതെന്നൊക്കെ പറഞ്ഞില്ലേ. പണിയെടുത്തല്ലേ അല്ല, അവരവിടെ ഹാപ്പിയാണോ അല്ലേ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. വീട് വെക്കാൻ സാധിക്കട്ടെ, ചെറുതാണെങ്കിലും മനസമാധാനം ഉണ്ടായാൽ മതി മക്കളെ. അടുത്ത്, എനിക്ക് ഇവരെ കണ്ടപ്പോൾ രാജേഷ് ചിന്നുവിനെ ഓർത്തുപോയി. അതായത് അവരും തുടക്കത്തിൽ ഇതേ പരിതസ്ഥിതിയിലായിരുന്നു, ഇപ്പോൾ മെച്ചപ്പെട്ടില്ല, അതുപോലെ നിങ്ങളും ആവട്ടെ എന്നൊക്കെ. എൻ്റെ വീട് വലിയ വീട് ആണ് മക്കളെ, സന്തോഷമില്ല. വീട് ചെറുതോ വലുതോ എന്നല്ല, അവിടെ സന്തോഷം സമാധാനം ഉണ്ടോ എന്നതാണ്. പെട്ടെന്ന് വീട് വെക്കാൻ സാധിക്കട്ടെ എന്ന്. ഈ കൊച്ചു നിൻ്റെ കൂടെ ഹാപ്പിയാണ്, കുറവുകളും പരിമിതികളും ഒന്നും നോക്കാതെ നിന്നെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്ന്. അമൽ, വൈകിട്ടില്ല, നീയും പഠിക്കാൻ നോക്ക്, അവളും പഠിക്കട്ടെ, രണ്ടാൾക്ക് നല്ല ജോബൊക്കെ ആയിട്ട് സെറ്റപ്പ് ആവട്ടെ എന്ന്. എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ ബ്രോ എൻസിസ്. ഉള്ള സൗകര്യം മതിയടാ, പക്ഷേ എല്ലാം വൃത്തിയായി അടക്കി ഒതുക്കി വെച്ചാൽ കുറച്ചുകൂടി നന്നാവുന്നു. ഇനിയിപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്താ, ഇൻസ്റ്റ യൂട്യൂബ് ക്യാഷ് പോരെ. ഇനിയിപ്പോൾ പെട്ടെന്ന് വീടാവും, ആർഭാടമാവും, കാറാവും, എല്ലാ യൂട്യൂബേഴ്സും അങ്ങനല്ലേ എന്ന്. കുട്ടി പാവം തോന്നുന്നു, മേ ഗോഡ് ബ്ലെസ് യു, നന്നായി പഠിച്ച് ജോലി നേടുമെന്നൊക്കെ. ഇതിന് താഴെ 2 പേരും സൂപ്പർ ജോബ് സെറ്റാക്കുക, എന്നിട്ട് പൊളി വീടും കാറും എല്ലാം വാങ്ങുക, ടൈം വേസ്റ്റ് ആക്കരുത്, ഡോണ്ട് കംപ്ലീറ്റ്ലി ബിലീവ് ഇൻ സോഷ്യൽ മീഡിയ, ഓൾ ദി വെരി ബെസ്റ്റ്. സന്തോഷകരമായ ഒരു ജീവിതം. എനിക്കൊരു മെസ്സേജ് ഒന്ന് കേസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയുക, നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഞാൻ ആലോചിക്കത്തുള്ളത് അവർ ഹാപ്പിയാണ്, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ, ഫാമിലി വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ആളുകൾ അത് ഈ വ്യൂവേഴ്സ് അത് ഏത് രീതിയിൽ എടുക്കണം എന്നില്ല. ഇതിലെടുക്കുക എന്ന് പറയാൻ പറ്റില്ല, പലരും പല രീതിയിൽ എടുക്കേണ്ടതായിരിക്കും. സപ്പോർട്ട് എന്ത് കാര്യം ചെയ്താലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ആളുകളുണ്ടായിരിക്കും. കുറേ പേര് മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയായിട്ട് വരും. ചിലർ നെക്സ്റ്റ് വോട്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കമൻറ്റ് ചെയ്യണവരുണ്ടായിരിക്കും. എന്തായാലും അവരുടെ ലൈഫ് അടിപൊളിയാവട്ടെ അല്ലേ. നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കർമ്മ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിൻ്റെ പരിണതഫലം നമ്മൾ അനുഭവിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാം കേട്ടോ. പൂജ അമലും ഒക്കെ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ കഴിയട്ടെ.